ഹായ് ഫ്രണ്ട്സ്, മൈ ലിറ്റിൽ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ്. മലയാളികളുടെ അടുക്കളയെ അല്ലെങ്കിൽ ഭക്ഷണ രീതി ഒഴിച്ചുകൂടാനാകാത്ത ഒരു വിഭവമാണിത്. എന്നാൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് തയ്യാറാക്കുന്നത്. എന്നാൽ ഞാൻ എൻ്റെ രീതി ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ നല്ല കട്ട തൈരാണ് എടുത്തേക്കുന്നത്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കട്ട തൈരാണ്. അത് ആവശ്യത്തിന് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഏകദേശം കുഴിയുള്ളൊരു പാത്രത്തിൽ വേണം മാറ്റാൻ. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് തൈരിൻ്റെ കട്ടയൊന്ന് ഉടച്ചെടുക്കണം. ഞാൻ ഈ ഒരു രീതിയിലാണ് തൈരിൻ്റെ കട്ടകളൊക്കെ ഉടച്ച് നല്ല മോര് പോലെ ആക്കിയെടുക്കണം. മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആയിപ്പോകും. അതിൻ്റെ ശരിയായിട്ടുള്ള തിക്നെസ്സിനും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ കട്ടകളൊക്കെ ഉടഞ്ഞ് നല്ല മോര് വെള്ളത്തിൻ്റെ ആ ഒരു പരുവത്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോര് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇതേപോലെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇതേപോലെ സൈസിലൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കൊച്ചുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെക്കണം, അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി. മോരുകറി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നു. അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വന്ന ഉടനെ തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. വറ്റൽമുളക് ഉടനെ തന്നെ നന്നായിട്ട് മൊരിഞ്ഞു വരും. അപ്പോൾ തന്നെ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ഇത് മൂന്നും കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. ചതച്ചെടുത്താലും മതി, അല്ലെന്നുണ്ടെങ്കിൽ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. നല്ലൊരു ബ്രൗൺ കളറാകി വരണം. അതാണ് അതിൻ്റെ ഒരു പാകം. എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് നമ്മുടെ മോരുകറിക്ക് കിട്ടത്തുള്ളൂ. ഈ ഒരു രീതിക്ക് നല്ല ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം അതിലേക്ക് ഞാൻ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ 2-3 സ്പൂൺ ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് എടുക്കാം. മുളക് പൊടി ഇതുപോലെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു കളർ കിട്ടുന്നത്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളൊന്ന് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് മുരിഞ്ഞു വരും. പൊടി കരിഞ്ഞു പോകരുത്. ഉടനെ തന്നെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മോര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ സിമ്മിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. പൊടി ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ തീ സിമ്മിലിട്ട് കൊടുക്കണം. മോരുകറി എത്ര കുറുകിയിരിക്കണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചിലർക്ക് ലൂസായിട്ടുള്ള മോരുകറി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് നല്ല രീതിയിൽ കുറുകിയിരിക്കുന്ന മോരുകറി ആയിരിക്കും ഇഷ്ടം. അതിനനുസരിച്ചുള്ള വെള്ളം വേണം ഈ സമയം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് ചൂടാക്കി എടുക്കണം. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടായി വരുമ്പോഴേക്ക് ഈ മോരുകറിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരും. മോരുകറി ചൂടാകാനേ പാടുള്ളൂ കേട്ടോ. ഒരു കാരണവശാലും തിളച്ച് പോകരുത്. തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോരുകറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോകും. ചൂടായി വന്നോന്നറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ആവി വന്ന് തുടങ്ങുന്ന സമയമുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. മോര് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന ആ സമയത്ത് ഞാനിതിലേക്ക് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പം നമ്മുടെ മോരുകറിക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നത്. ഇതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മോരുകറി ഞാനിവിടെ ഓഫാക്കാൻ പോവുകയാണ്. ആവശ്യത്തിന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം ഉപ്പൊക്കെ ആവശ്യത്തിനില്ലെങ്കിൽ അതുകൊണ്ട് ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത്. എൻ്റെ രീതിയിൽ ഞാൻ തയ്യാറാക്കുന്ന മോരുകറി ഇങ്ങനെയാണ്. വളരെയധികം ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും സാധിക്കും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനൊരു വേറൊരു ചട്ടിയിലേക്ക് ഇത് മാറ്റുകയാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരും വരെ ബൈ.